അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് എ ഈസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3/3 ദെൻ ഡിറ്റർമിനൻറ്റ് ഓഫ് 4a. എപ്പോഴും ഈ എക്സാമിന് വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇത് കുട്ടികൾക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ, കാണുമ്പോഴത്തേക്ക് ആൻസർ അങ്ങ് മറന്നു പോകും. പക്ഷേ പലപ്പോഴും ചെയ്തിട്ടുണ്ടാവും, അങ്ങ് മറന്നു പോകാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഓർമ്മിക്കാം. ഓക്കെ, അപ്പോൾ 3/3 അതാണ് നമ്മുടെ ഇവിടുത്തെ ക്ലൂ. ബ്രാക്കറ്റ് നമ്മുടെ ഡിറ്റർമിനൻ്റ് ആരാണ്? 4 അല്ലേ? അങ്ങനെയാണെങ്കിൽ 4 ആണല്ലോ ആൻസർ ഡിറ്റർമിനൻ്റിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എഴുതുമ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ആ 4 എഴുതുക, ഈ 3 എഴുതുക. ഓക്കെ, 4³ ഇൻറ്റു ഡിറ്റർമിനൻ്റ്, അത്രമേ ഉള്ളൂ. ആൻസർ ഈസ് ഈക്വൽ ടു 64 ഇൻറ്റു ഡിറ്റർമിനൻ്റ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇനി അവർ ചിലപ്പോൾ പറയും ഡിറ്റർമിനൻ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് വല്ലതും തന്നാൽ ആൻസർ ഇവിടെ എഴുതുമ്പോൾ ദാറ്റ് ഈസ് 64 ഇൻറ്റു 2, ആൻസർ ഈസ് 128. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ ഡിറ്റർമിനുള്ളിൽ കിടക്കുന്ന നമ്പർ പുറത്തോട്ട് എഴുതിയ ശേഷം ഈ ഓർഡർ ഏതാണോ അതിന് പവർ ഇടണം. ഓക്കെ, ഇതിപ്പോൾ ഓർഡർ 2/2 ആണെങ്കിൽ 4², ഓർഡർ 3/3 ആണെങ്കിൽ 4³ ഓർഡർ 4/4 ആണെങ്കിൽ 4⁴. ക്ലിയർ ആണല്ലോ? ഇൻറ്റു ഡിറ്റർമിനൻ്റ് ചിലപ്പോൾ തരും. അങ്ങനെയാണെങ്കിൽ ആ 64 ഇൻറ്റു 2 128. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ഫൈൻഡ് എക്സ് ഇഫ് എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് x1 4x ഈസ് എ സിംഗുലർ മെട്രിക്സ്. ഇയാളൊരു സിംഗുലർ മെട്രിക്സ് ആകണമെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന്. സിംഗുലർ മെട്രിക്സ് എന്നുള്ള ചിലർക്ക് അറിയാമായിരിക്കും, ഒട്ടുമിക്ക കുട്ടികൾക്കും ചിലപ്പോൾ എന്താണെന്നുള്ള പ്രശ്നമുണ്ട്. കാരണം ഇതൊരു ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടില്ല, പക്ഷേ മീനിങ് ഉണ്ട് കേട്ടോ. സിംഗുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്താകണം? 0. അതാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് 0 ആകണമെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്ര ആയിരിക്കണം? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡിറ്റർമിനൻ്റ് എടുക്കണം. ഈ പ്രോഡക്റ്റ് x² മൈനസ് ഈ പ്രോഡക്റ്റ് 4 ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ x² മൈനസ് 4 ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് x² ഈക്വൽ ടു 4 ഓർ x ഈക്വൽ √4. ആൻസർ ഈസ് +or-2. കഴിഞ്ഞു. ഓക്കെ, വളരെ ഫാസ്റ്റ് ആയിരിക്കണം, വളരെ ആക്യുറേറ്റ് ആയിരിക്കണം, ഒന്നുപോലും തെറ്റരുത്. ഓക്കെ, നെക്സ്റ്റ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോട്ട് ഇൻവേഴ്സ് മൈനസ് √3. ഇതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂവിനെ കണ്ടുപിടിക്കണം. പ്രിൻസിപ്പൽ വാല്യൂ ആണ്, കോട്ട് ഇൻവേഴ്സ് ആണ്, ശ്രദ്ധിക്കണം. നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മൾ ആൻസർ ആദ്യം എഴുതുമ്പോൾ കോട്ട് ഇൻവേഴ്സ് മൈനസ് √3 എന്നുള്ളതിനെ പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് √3 എന്ന് എഴുതണം. ഉള്ളിലുള്ള മൈനസിനെ എടുത്തങ്ങോട്ട് പുറത്തിടണം, ഇടുമ്പോൾ പൈ എന്നോട് ഇടണം. ഓക്കെ, ചിലർക്ക് മൈനസേ ഉള്ളൂ, ചിലർക്ക് പൈ മൈനസ് എന്നുണ്ട്. എപ്പോഴാണ് പൈ മൈനസ് വരുന്നത്? ആർക്കൊക്കെയാണ്? കോട്ടിനുണ്ട്, കോസിനുണ്ട്, നെക്സ്റ്റ് സീക്കിനുണ്ട്. ഉള്ളിൽ മൈനസ് വന്നാൽ പൈ മൈനസ് ഇട്ടുകൊണ്ട് വേണം അകത്തെ മൈനസിനെ കളയാൻ. ഇപ്പം കണ്ടോ, ഈ മൈനസ് ഇവിടെ ഇടരുത്, ഈ മൈനസിനെ കളയാൻ വേണ്ടി പൈ മൈനസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അകത്ത് മൈനസ് ഇടല്ലേ. അപ്പോൾ ഓർത്തോണം, കോട്ട് ഇൻവേഴ്സ് മൈനസ് √3 ക്യാൻ ബി പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് √3 ഈസ് ഈക്വൽ ടു പൈ മൈനസ്, നമുക്ക് കോട്ട് ഇൻവേഴ്സിനെ പരിചയമില്ലാത്തതുകൊണ്ട് ടാൻ ഇൻവേഴ്സിലോട്ട് അങ്ങ് മാറ്റാം. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ആകുമ്പോൾ 1/√3. ഓക്കെ, ഇതിൻ്റെ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ മൈനസ് π/6. അറിയാമല്ലോ ടാൻ്റെ ഏത് ഡിഗ്രിക്കാണ് 1/√3 വരുന്നത്? 30 ഡിഗ്രി. റേഡിയൻ π/6. അപ്പോൾ പൈ മൈനസ് π/6, 6π മൈനസ് പൈ, ആൻസർ ഈസ് 5π/6. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ഡൊമൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് x-2. നമ്മൾ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റേതാണ് പഠിച്ചിരുന്നത്. അപ്പോൾ സൈൻ ഇൻവേഴ്സിനുള്ളിൽ ആര് വന്നാലും ഡൊമൈൻ ചോദിച്ചാൽ ആ x-2 ലൈസ് ഇൻ ബിറ്റ്വീൻ -1 ആൻഡ് +1. മറന്നു പോകരുത്. ഓക്കെ, ദാറ്റ് ഈസ് നോക്കിക്കാണാം. ഇവിടെ നമുക്ക് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്, x-2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു +1. ഇനി സൈൻ വേഴ്സിനുള്ളിൽ ആര് വന്നാലും ഡൊമൈൻ ചോദിച്ചാൽ ആ ഉള്ളിൽ കിടക്കുന്നതിനെ -1നും +1നും ഇടയ്ക്കാക്കണേ. നെക്സ്റ്റ് ഈ -2നെ നിങ്ങൾ ഇപ്പുറത്തോട്ടും കൊണ്ടുവരണം. ഇപ്പുറത്തോട്ടും കൊണ്ടുവരുമ്പോൾ -1 +2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 + 2. ഓക്കെ, ഈ -2 റൈറ്റ് ഇപ്പം വന്നപ്പോഴും +2 ആയി, ഇപ്പുറത്ത് വന്നപ്പോഴും +2 ആയി കേട്ടോ. ഇപ്പം നടുക്ക് എക്സ് മാത്രമായി, -2 അങ്ങ് പോയി. ഓക്കെ, അത് -1 +2 എന്ന് പറയുമ്പോൾ എത്ര ആയിട്ട് മാറും? 1 എന്നാവും. ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ദാറ്റ് മീൻസ് 1 to 3. അതാണ് നമ്മുടെ പുതിയ ഡൊമൈൻ. ഓക്കെ, നെക്സ്റ്റ് 2 സൈൻ ഇൻവേഴ്സ് 1/2 പ്ലസ് കോസ് ഇൻവേഴ്സ് 1/2. ഇത് ചിലപ്പോൾ തെറ്റിദ്ധരിച്ച് ആൻസർ തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ സൈൻ ഇൻവേഴ്സ് 1/2 പ്ലസ് കോസ് ഇൻവേഴ്സ് 1/2 എന്ന് കേട്ടാൽ ഉടനെ ചാടി പുറപ്പെട്ട് π/2 എന്ന് എഴുതും. ശരിയല്ലേ? സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു π/2. ബട്ട് ഇവിടെ ഒരു 2 കിടക്കുന്നതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വഴി, ദാറ്റ് ഈസ് 2 ഇൻറ്റു വാട്ട് ഈസ് സൈൻ ഇൻവേഴ്സ് 1/2. സൈൻ്റെ ഏത് ഡിഗ്രിക്കാണ് അതിന് 1/2 വരുന്നത്? എളുപ്പം 30 ഡിഗ്രി, റേഡിയൻ π/6. ഓക്കെ, ദാറ്റ് ഈസ് 2 ഇൻറ്റു π/6 പ്ലസ് കോസ് ഇൻവേഴ്സ് 1/2 ദാറ്റ് ഈസ് π/3, 60 ഡിഗ്രി. ഓക്കെ, അപ്പോൾ 2 ഇൻറ്റു π/6 ആകുമ്പോൾ 2 കൊണ്ട് ഇതിനെ കട്ട് ചെയ്താൽ 3 ആയി. ദാറ്റ് ഈസ് π/3 പ്ലസ് π/3. ആൻസർ ഈസ് 2π/3. പരിപാടി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും സമയമില്ല, എനിക്ക് ഒട്ടും സമയമില്ല, അതുകൊണ്ട് എളുപ്പം തന്നെ തീർത്തു.